ഹായ് കൂട്ടുകാരെ, ഏവർക്കും ടീച്ചേഴ്സ് ഹെൽപ്പറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പഴയകാല കാർഷിക ഉപകരണങ്ങളെക്കുറിച്ചാണ്. 18 തരം പഴയകാല കാർഷിക ഉപകരണങ്ങളുടെ വിവരങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ശേഖരിച്ചു വച്ചിരിക്കുന്നത്. പഴയകാല കാർഷിക ഉപകരണങ്ങൾ. ആദ്യം നമ്മൾ പരിശോധിക്കുന്നത് കലപ്പയാണ്. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്തിനാണ് കലപ്പ ഉപയോഗിക്കുന്നത്? മക്കളൊന്ന് പറഞ്ഞു നോക്കിയേ, എന്തിനാണ് കലപ്പ ഉപയോഗിക്കുന്നത്? കാളയെ കെട്ടി നിലമിളക്കി കൃഷിക്ക് പാകപ്പെടുത്താനുള്ള ഉപകരണമാണ് എന്ത്? കലപ്പ. പ്ലാവ്, തേക്ക്, വാഗ, കാഞ്ഞിരം എന്നിവ ഉപയോഗിച്ചാണ് കലപ്പ നിർമ്മിക്കുന്നത്. അറ്റത്ത് ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച കൂർത്ത ചട്ടകം പോലുള്ള ഒരു ഉപകരണം അതിൽ ഉറപ്പിച്ചിരിക്കും. അപ്പം ഇതിൻ്റെ പേരെന്താണ്? കലപ്പ. ഇനി അടുത്ത് നോക്കൂ, ഇത് കലപ്പയോടൊപ്പം ഉള്ള ഒരു സാധനം തന്നെയാണ്. എന്താണ് ഇതിൻ്റെ പേരെന്നറിയോ? നുകം. വയൽ ഉഴുതുമറിക്കാൻ കന്നുകാലികളെ തമ്മിൽ കൂട്ടിക്കെട്ടാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? നുകം എന്നത്. അപ്പൊ കലപ്പയും നുകവും എന്താണെന്ന് മനസ്സിലായില്ലേ? ഇനി നോക്കൂ അടുത്തത് എന്താണെന്ന്. അടുത്തത് നിലം തല്ലി. എന്താണ് നിലം തല്ലി? എന്തിനാ ഉപയോഗിക്കുന്നത് അറിയോ? നിലം തല്ലി പാടങ്ങളിലെ മൺകട്ട ഉടയ്ക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത്. നിലംകല്ലി അല്ലെങ്കിൽ കട്ടക്കുഴ എന്നും പല ഭാഗത്തും പേരുന്നുണ്ട്. എന്താണത്? കട്ടക്കുഴ അല്ലെങ്കിൽ നിലം തല്ലി. എന്താണത്? എന്തിനാ ഉപയോഗിക്കുന്നത്? പാടങ്ങളിലെ മൺകട്ട ഉടയ്ക്കുന്നതിനുള്ള ഉപകരണമായിരുന്നു എന്ത്? കട്ടക്കുഴ അല്ലെങ്കിൽ നിലം തല്ലി എന്നത്. ഇനി അടുത്ത് നോക്കൂ, ഇതെന്താ? അത് ജലചക്രം അല്ലേ? ജലചക്രമാണിത്. ഇതെന്തിനാ ഉപയോഗിക്കുന്നതെന്നറിയോ? പാടങ്ങളിലേക്ക് വെള്ളം എത്തിക്കാൻ പണ്ടുകാലത്തെ ജലസേചന ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമായിരുന്നു എന്ത്? ജലചക്രം എന്നത്. താഴ്ന്ന പ്രദേശത്തിൽ നിന്ന്, താഴ്ന്ന പാടത്തു നിന്നും മുകളിലുള്ള പാടത്തിലേക്ക് എന്ത് ചെയ്യണം? വെള്ളം എത്തിക്കാൻ വേണ്ടി, വെള്ളം തേകി എത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമായിരുന്നു ജലചക്രം എന്നത്. ഇനി അടുത്തത് നോക്കൂ, അടുത്തത് ഇതേപോലെ തന്നെ ജലസേചനത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഏത്? ഏത്തക്കൊട്ട. എന്താണ്? പണ്ട് കാലത്ത് ജലസേചനത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഏത്തക്കൊട്ട എന്നത്. ഇത് ഏത്തം, ഇത് ഏത്തക്കൊട്ട. അപ്പം ഏത്തക്കൊട്ട എന്തിനാ ഉപയോഗിച്ചിരുന്നതെന്ന് പറയൂ? ജലസേചനത്തിനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമായിരുന്നു ഏത്തക്കൊട്ട. ആഴമുള്ള ജലസ്രോതസ്സിൽ നിന്നും വെള്ളമെടുക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഈറ്റ കൊണ്ട് ത്രികോണാകൃതിയിൽ നിർമ്മിച്ച ഒരു കൊട്ട ഒരു മുളയിൽ കെട്ടിയാണ് കിണറുകളിൽ നിന്നും ജലസേചനം നടത്തുന്നത്. ആഴമുള്ള കിണർ, കുളം, പുഴ അങ്ങനെയുള്ള സ്ഥലത്തു നിന്നെല്ലാം വെള്ളം മുകളിലേക്ക് പാടത്തോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഏത്തക്കൊട്ട ഉപയോഗിച്ചിരുന്നത്. ഇനി അടുത്തത് വിത്തുപൊതി. ദീർഘകാലം വിത്ത് സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് എന്ത്? വിത്തുപൊതി എന്നത്. വിത്തുപൊതി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നറിയോ? വിത്തുപൊതി എന്തുകൊണ്ടാണ് ഉണ്ടാക്കണമെന്നറിയോ? വൈക്കോല് കൊണ്ട് വിത്ത് പൊതിഞ്ഞു സൂക്ഷിക്കുന്ന രീതിയെയാണ് വിത്ത് പൊതി എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് വിത്ത് കേടുവരാതെ, കുറേ കാലം കേടുവരാതെ ഉപയോഗിക്കാനുള്ള ഒരു സൂത്രമായിരുന്നു ഈ വിത്ത് പൊതി എന്നത്. ഇതൊരു ഉപകരണമല്ല കേട്ടോ. ഇനി നോക്കൂ അടുത്തത് വിത്തുകൂട്ടി. എന്താണ് വിത്തുകൂട്ടി എന്നറിയോ? നിരന്ന് കിടക്കുന്ന നെല്ല് വലിച്ചു കൂട്ടാൻ ഉപയോഗിക്കുന്ന മരം കൊണ്ടുള്ള ഉപകരണമാണ് വിത്തുകൂട്ടി എന്നത്. എന്താണ്? നിരന്ന് കിടക്കുന്ന നെല്ല് വലിച്ചു കൂട്ടാൻ ഉപയോഗിക്കുന്ന മരം കൊണ്ടുള്ള ഉപകരണമാണ് വിത്തുകൂട്ടി. മനസ്സിലായോ? ഇനി അടുത്ത് നോക്കൂ, വെള്ളിക്കോല്. എന്താണ്? വെള്ളിക്കോല് അല്ലെങ്കിൽ വള്ളിക്കോല് എന്നൊക്കെ പറയും. പണ്ട് കാലത്ത് ചെറിയ തോതിൽ നെല്ല് അളക്കാൻ ഒരു ത്രാസിന് പകരം ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? വെള്ളിക്കോല്. ഇതിന് തുലാൻ അളവാണ് ഉപയോഗിച്ചിരുന്നത്. എന്താണത്? വെള്ളിക്കോല്. നെല്ല് മാത്രമല്ല, മറ്റ് സാധനങ്ങളെല്ലാം ഇതിൽ അളക്കുമായിരുന്നു പണ്ട് കാലങ്ങളിൽ. ഇതിൻ്റെ പേരെന്തായിരുന്നു? വെള്ളിക്കോല്. വെള്ളിക്കോൽ. ഇനി അടുത്ത് നോക്കൂ, കൂങ്കത്തി. എന്താണത്? കുറ്റിച്ചെടികളും മറ്റും നീക്കം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന പഴയ അരിവാളാണെന്ത്? കൂങ്കത്തി എന്ന് പറയുന്നത്. പഴയ അരിവാൾ, കുറ്റിച്ചെടികളും മറ്റും നീക്കം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന പഴയകാല അരിവാളിനെ പറയുന്ന പേരെന്താണ്? കൂങ്കത്തി. ഇനി അടുത്ത് നോക്കൂ, ഇതെന്താണെന്നറിയോ? ധാന്യങ്ങൾ അനക്കാൻ ഉപയോഗിക്കുന്ന നാരായം. പിന്നെയോ നാഴി അല്ലേ? എന്തിനാ അത് ഉപയോഗിക്കുന്നത്? ധാന്യങ്ങൾ അളക്കാൻ ഉപയോഗിക്കുന്നത് നാരായും നാഴിയുമാണത്. ഇതെന്താണത്?
മുളനാഴി. ധാന്യങ്ങൾ അണക്കാൻ ഉപയോഗിക്കുന്ന മുള കൊണ്ടുള്ള നാഴിയാണ് എന്ത്? മുളനാഴി. എന്താണത്? മുളനാഴി. ഇനി അടുത്ത് നോക്കൂ, ഇതെന്താണത്? തൂമ്പ. ചില ഭാഗങ്ങളിലത് കൈക്കോട്ട് എന്ന് പറയും. എന്തിനാണ് ഈ തൂമ്പ ഉപയോഗിക്കുന്നതെന്നറിയോ? മണ്ണ് കിളച്ച് മാറ്റാൻ, മണ്ണ് കിളച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? തൂമ്പ അല്ലെങ്കിൽ കൈക്കോട്ട്. മനസ്സിലായോ മക്കൾക്കിത്? എന്താണത്? തൂമ്പ അല്ലെങ്കിൽ പല ഭാഗത്ത് കൈക്കോട്ട് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. അടുത്ത് നോക്കൂ, പഴയകാല കുടയാണത്. പഴയകാല കുട, തൊപ്പിക്കുട എന്ന് പറയും അല്ലേ? തൊപ്പി പോലെ, തൊപ്പിയാണിത്. ശരിക്കും തലയിൽ ഇങ്ങനെ വെക്കുന്ന തൊപ്പിയാണ്. എന്നാൽ അതിൻ്റെ ചുറ്റും കുട പോലെ ഉണ്ടാവും. ഇതിനെയാണ് എന്ത് പേര് പറയുന്നത്? തൊപ്പിക്കുട എന്ന് പറയുക. പഴയ കാലങ്ങളിൽ നമ്മൾ കൊടയും പിടിച്ചുകൊണ്ട് പണിയാൻ ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ ഈ തൊപ്പിക്കുട തലയിൽ വെച്ചിട്ടാണ് ആൾക്കാർ പണിയുന്നുണ്ടാവുക, തൊഴിലാളികൾ പണിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ പേരെന്താണ്? തൊപ്പിക്കുട. ഇനി ഇത് നോക്കിയേ, പണ്ടത്തെ കാലത്ത് ധാന്യങ്ങൾ ഇട്ടുവെക്കാനും ധാന്യങ്ങളിൽ നിന്നും വിത്തും പതിരും വേർതിരിക്കാൻ വേണ്ടിയിട്ട് ചേറുന്നതിനൊക്കെ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? മുറവും വട്ടിയും. വട്ടി എന്തിനാ ഉപയോഗിക്കുക? ധാന്യങ്ങൾ നിറച്ചിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനും അതിൽ സൂക്ഷിച്ചു വെക്കാനും ഉപയോഗിക്കും അല്ലേ? ഈ മുറം എന്തിനാ ഉപയോഗിക്കുക? ധാന്യങ്ങളെ വിത്തും പതിരും വേർതിരിക്കാൻ വേണ്ടി, ചേറാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഇനി അടുത്തത് എന്താണത്? നാഴി. നമ്മൾ അപ്പോഴേ പറഞ്ഞിരുന്നു അല്ലേ? അതേപോലത്തെ നാഴി, ധാന്യങ്ങൾ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? നാഴി എന്നത്. ഈ നാഴി ഇരുമ്പ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റോ ആണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ധാന്യങ്ങൾ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് നാഴി. ഇനി നോക്കാം അടുത്തത്, പത്തായം. ഈ പത്തായം എന്തിനാണെന്നറിയോ? നെല്ല് അല്ലെങ്കിൽ മറ്റ് ധാന്യങ്ങളൊക്കെ ഇട്ട് സൂക്ഷിക്കാനുള്ള ഒരു ഉപകരണമായിട്ടാണ് എന്തുപയോഗിക്കുന്നത്? ഈ പത്തായം ഉപയോഗിക്കുന്നത്. പണ്ട് കാലങ്ങളിൽ എല്ലാ വീടുകളിലും ഉണ്ടാകുന്ന ഒന്നാണ് പത്തായം എന്നത്. മനസ്സിലായോ? ഈ പത്തായത്തിലാണ് ധാന്യങ്ങളെല്ലാം ഇട്ട് സൂക്ഷിച്ചിരുന്നത്. ധാന്യങ്ങൾ മാത്രമല്ല, അതിൽ 2 അറയുണ്ടാവും. ഒരു അറയിൽ ധാന്യങ്ങൾ സൂക്ഷിക്കും, മറ്റേ അറയിൽ വിലപിടിപ്പുള്ള സ്വത്തുവകകളെല്ലാം അതിൽ സൂക്ഷിച്ചു വെക്കുകയാണ് ചെയ്യാറ്. മനസ്സിലായോ? അപ്പോൾ പത്തായവും ഒരു പണ്ട് കാലത്തെ ഒരു ഉപകരണമാണ്. അപ്പോൾ ഇത്രയുമാണ് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന കാർഷിക ഉപകരണങ്ങളായിട്ട് പറയുന്നത്. ഇനി ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഇടുക. ഇതുകൂടാതെ നിങ്ങൾക്കറിയാവുന്ന എന്തെങ്കിലും കാർഷിക ഉപകരണങ്ങളെക്കുറിച്ച് അറിയുകയാണെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അവയുടെ പേര് കൂടെ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിലിടാൻ മറന്നു പോകരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള പുതിയ അറിവുകളും പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം, ബായ്.